യേശുക്രിസ്തുവിൽ ബഹുമാനരായ എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഏറെ ചിന്തനീയമായ, പഠനത്തിന് പ്രയോജനകരമായ ഒരു വിഷയമാണ് ഇന്നു മുതൽ ഉള്ള 5 ദിവസങ്ങളിൽ ഒന്നരവെട്ടുള്ള ദിവസങ്ങളുടെ ഇടവേളയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യമാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നാം അറിയുന്ന പോലെ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ പാപത്തിന്റെ മാസ്മരികമായ ശക്തിയുടെ വലയത്തിനകത്ത് അകപ്പെട്ടു പോയ ഒരു വിശ്വാസി ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ദയനീയമായ ഒരു കരച്ചിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാണ് അപ്പോസ്തലൻ 7-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം പ്രാപിച്ച വിശുദ്ധന്മാരായ ആളുകൾക്ക് അവരുടെ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ മാർഗദർശകമായിരുന്ന പല കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്. 8-ാം അധ്യായം വളരെ വിശാലമായ ഒരു അധ്യായമാണ്, റോമാലേഖനം 8-ന്റെ. ആ അധ്യായത്തിലെ ഉത്തരമില്ലാത്ത 5 ചോദ്യങ്ങൾ അപ്പോസ്തലൻ ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലുള്ള മിക്കവാറും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ട്, എന്നാൽ ഉത്തരമില്ലാത്ത 5 ചോദ്യങ്ങൾ. ആർക്കും ഇതിന് ഉത്തരം പറയാൻ കഴിയുകയില്ല. ദൈവത്തിനൊഴികെ ഭൂമിയിൽ ആർക്കും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ഈ ഉത്തരമില്ലാത്ത ഈ 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? 1, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? കർത്താവായ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് 5 അതിപ്രധാനമായ ചോദ്യങ്ങളാണ് പറയുന്നത്. 1, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ 2, സ്വന്തം പുത്രനെ ആദരിയാതെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നവൻ അവനോട് സകലവും നമുക്ക് നൽകാതിരിക്കുമോ? 3-ാമത്തെ ചോദ്യം, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? 4-ാമത്തെ ചോദ്യം അത് അതിപ്രധാനമായ മറ്റൊരു ചോദ്യമാണ്. അവിടെ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? 5-ാമത് ചോദിക്കുകയാണ്, ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്നത് ആർ? അതിപ്രധാനമായ 5 ചോദ്യങ്ങളാണ്. 1, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? 2, നമ്മെ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? 3, ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? 4, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? 5, ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ഈ 5 ചോദ്യങ്ങൾ 5 ദിവസങ്ങളിലെ 5 മെസ്സേജായിട്ട് പഠനമായിട്ട് പറയാനാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ ചോദ്യം, അതിന്റെ 31-ാം വാക്യത്തിന്റെ 1-ാം ഭാഗം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ? ഇന്നത്തെ കാലാവസ്ഥയിൽ മനുഷ്യർ അനുകൂലമെങ്കിൽ ദൈവം പ്രതികൂലമായാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഇപ്പൊ എന്നെ സ്നേഹിക്കാൻ, എന്നെ കരുതാൻ, എന്റെ ആവശ്യങ്ങളിൽ എന്നെ പുലർത്തുവാൻ, എന്റെ ഏത് ആവശ്യങ്ങളുടെയും മുമ്പാകെ ശ്രദ്ധിക്കുവാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എന്റെ ജീവിതാവശ്യങ്ങളിൽ ചെലവിടുവാൻ ഒക്കെ ധാരാളം ആളുകളുണ്ടെങ്കിൽ, എന്നെ കരുതുന്നവരുണ്ടെങ്കിൽ പിന്നെ എനിക്കിതൊന്നൊരു വിഷയമല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ അതല്ല അപ്പോസ്തലൻ പറയുന്നത്. ഇഫ് ഗോഡ് ബി ഫോർ അസ്, ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഇവിടെ പൗലോസ് സാധാരണയായി ചോദിക്കുന്ന ചോദ്യം, ഹൂ ഈസ് അഗൈൻസ്റ്റ് അസ്? നമുക്ക് ആരാണ് എതിരെ എന്നല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് പ്രതികൂലം ആര് എന്ന് സാധാരണയായ ഒരു ചോദ്യമാണ് പൗലോസ് ചോദിച്ചത് എങ്കിൽ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു. എത്രയോ പ്രതികൂലങ്ങൾ, എത്രയോ ശത്രുതകൾ, എത്രയോ എതിർപ്പുകൾ എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകം മുഴുവനുമായിട്ടും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എതിരെ അണിനിരക്കുന്ന ശത്രുതയുടെ വലിയൊരു ലിസ്റ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മുടെ ഈ റോമാലയത്തിൽ തന്നെ അപ്പോസ്തലൻ പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആറെന്ന് പറഞ്ഞിട്ട് കുറെ ലിസ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നമ്മുടെ പ്രതികൂലങ്ങളാണ്, അവയെല്ലാം നമ്മുടെ ശത്രുതകളാണ്. മാത്രമല്ല 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ആ ലിസ്റ്റിൽ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്കെതിരായി വർത്തിക്കുന്ന കാര്യങ്ങളാണ്. കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസോരന്മാരുടെ ആപത്ത്, ഇതെല്ലാം വാസ്തവത്തില് നമുക്കെതിരെയുള്ള ശത്രുതകളാണ്. മാത്രമല്ല ഈ അവിശ്വാസ ലോകം ഒരു നിലയിൽ അല്ലെങ്കിൽ മറുനിലയിൽ നമ്മെ വളരെ ശക്തമായി ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല നമ്മിൽ അധിവസിക്കുന്ന പാപം, അതായത് പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടു എങ്കിലും ദർ ഈസ് ഇൻഡ്വെല്ലിംഗ് പവർ ഓഫ് സിന്നേഴ്സ്, നമ്മില് അധിവസിക്കുന്ന പാപമുണ്ട്. ആ പാപം വാസ്തവത്തില് നമ്മുടെ ഏറ്റവും കൊടിയ ശത്രുവാണ്. അതായത് ഈ മരണത്തിന് അധീനമായ പാപത്തിനെ ആർ വിടുവിക്കുമെന്ന് പറയുന്നത്. പിന്നെ മരണം അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അത് ഒടുക്കത്തെ ശത്രുവായി നീങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ഇപ്പൊ വാസ്തവത്തില് നമ്മുടെ ചുറ്റുപാടുകള് അവിശ്വാസ ലോകം, അതുപോലെ കള്ള സഹോദരന്മാര്, വിപരീത ഉപദേഷ്ടാക്കന്മാരായ ആളുകള്, ലോകത്തിന്റെ വ്യവസ്ഥിതികള്, പിന്നെ ലോകം, ജഡം, പിശാച്, ഇങ്ങനെ ചുറ്റുപാടുമുള്ള സകല നമ്മിൽ വസിക്കുന്ന നമ്മുടെ അന്തരംഗത്തിൽ വസിക്കുന്ന പാപ സ്വഭാവം, ഏറ്റവും ഒടുവിലായി മരണം, ഇതെല്ലാം നമ്മെ പരാജയപ്പെടുത്തുന്ന എതിരാളികളാണ്, ശത്രുക്കളാണ്. അപ്പോൾ സാധാരണ നിലയിൽ പൗലോസ് ചോദിക്കുന്നു എന്ന് കരുതുക, നിങ്ങൾക്ക് പ്രതികൂലം ആർ എന്ന് ചോദിച്ചാൽ നമുക്ക് അക്കമിട്ട് എണ്ണി പറയാൻ കഴിയും. ഇതെന്തോ ചോദ്യമാണ്. ഈ ദുഷ്ടലോകം ഞങ്ങൾക്ക് പ്രതികൂലമാണ്, കള്ള സഹോദരന്മാർ ഞങ്ങൾക്ക് പ്രതികൂലമാണ്, നുണയന്മാർ, ഏഷണിക്കാർ ഞങ്ങൾക്ക് പ്രതികൂലമാണ്, അസൂയാലികൾ ഞങ്ങൾക്ക് പ്രതികൂലമാണ്. അതുപോലെ ഈ ലോകത്തിലെ കഷ്ടതയും നഷ്ടവും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പും രോഗവും മറ്റ് വേദനകളും എല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമാണ്. ഞങ്ങളിൽ അധിവസിക്കുന്ന പാപ സ്വഭാവം ഞങ്ങൾക്ക് വിരോധിയാണ്. മാത്രമല്ല സമസ്തവും ഞങ്ങൾക്ക് വിരോധമാണ്. ഈ മരണം അതിനേക്കാൾ ഏറ്റവും ശക്തമാക്കുന്ന പ്രതിയോഗിയാണ്. ഇപ്പൊ പൗലോസ് അങ്ങനല്ല ചോദിച്ചത്. ഇവിടെ ചോദിച്ചത് ഇഫ് ഗോഡ് ബി ഫോർ അസ് ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാച്. പിശാചാണല്ലോ ഈ പറയപ്പെട്ട എല്ലാ എതിർപ്പും ചെയ്യുന്നത്. അപ്പൊ കർത്താവും പറയുണ്ടായി, അവനെ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ലോകത്തിൽ നാം ഉള്ള കാലം മുഴുവനും ഈ ലോകത്തിൽ പിശാച് നമുക്ക് ശത്രുത ഉണ്ടാക്കും, അങ്ങനെ വലിയ എതിർപ്പുണ്ടാക്കും. അതിന്റെ 38-ാം വാക്കിൽ പറയുന്ന വാക്യങ്ങൾ പറയപ്പെടുന്ന പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, അതായത് ആകാശത്തിന്റെ അധിപതികൾ, അന്ധകാരത്തിന്റെ അധിപതികളായ ആളുകൾ, ദുഷ്ടാത്മസേനകൾ, ഇതെല്ലാം വാസ്തവത്തില് ഒരു ദൈവവേദന വളരെ എതിരായി പ്രവർത്തിക്കുന്ന എതിർ ശക്തികളാണ്. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നും ഒരു നിലയിൽ നിന്നുകൊണ്ട് 3 വൻ ശക്തികളായി ദൈവ മക്കൾക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ നടുവിലാണ് പൗലോസ് ചോദിക്കുക, ഈ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഇപ്പൊ കർത്താവ് നമുക്ക് അനുകൂലമാണ്. പ്രിയമുള്ളവരെ, ഈ പറയപ്പെട്ട ലോകമോ, നമ്മിൽ അധിവസിക്കുന്ന പാപസ്വഭാവമോ, പിശാച് താൻ തന്നെയോ, അവന്റെ ദൂതന്മാരോ, അന്ധകാരത്തിന്റെ ശക്തികളോ, ആകാശത്തിലെ അധിപതികളോ, ദുഷ്ടാത്മസേനകളോ, അല്ലെങ്കിൽ കള്ള സഹോദരന്മാരോ, വിപരീത ഉപദേഷ്ടാക്കന്മാരോ, അങ്ങനെ നമ്മിൽ വസിക്കുന്ന ആന്തരിക പാപസ്വഭാവമോ, ഇതെല്ലാം നമുക്കെതിരായാലും ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഇതെല്ലാം നമുക്കെതിരാണെങ്കിലും ഇത് ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഇതിനെ ഒന്നും പ്രതികൂലമായി കണക്കാക്കേണ്ട എന്നാ പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും അതിപ്രധാനമായ ചോദ്യം ഒരു ഈഫ് ക്ലോസ് ആണ്. അവിടെ എങ്കിൽ എന്ന് പറയുന്ന വാക്കാണ്. ഈ 5 ചോദ്യങ്ങളുടെ മുമ്പാകുകയും ഉത്തരമില്ലാത്ത 5 ചോദ്യങ്ങളുടെ മുമ്പാകുകയും എങ്കിൽ എന്ന് പോലും ചോദിക്കുന്നുണ്ട്. ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ, അതറിയാവോ? അല്ലെങ്കിൽ എങ്കിൽ എന്ന വാക്ക് ഒരു പ്രത്യേകമാണ്, മലയാള ഭാഷയിലെ പ്രത്യേക പ്രയോഗമാണ് എങ്കിൽ. സിൻസ് എന്നാണ്. ദൈവം നമുക്ക് അനുകൂലമായതുകൊണ്ട് എന്നാണ്, അല്ലെങ്കിൽ അനുകൂലം ആയതുകൊണ്ട് എന്നാണ് നമ്മൾ വാസ്തവത്തിൽ തരണം ചെയ്യേണ്ടത്. അപ്പൊ വാസ്തവത്തില് ദൈവം നമുക്ക് ആണെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ, അവൻ നമ്മുടെ സേനാപതിയാണെങ്കിൽ, അവൻ നമ്മെ കരുതുന്നവനാണെങ്കിൽ, അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, അവൻ നമുക്ക് മുമ്പേ നിൽക്കുന്നവനാണെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി ജയാളിയായി മുന്നേറുന്നവനാണെങ്കിൽ, പിന്നെ നമുക്കാരാണ് എതിരാളികൾ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കേണ്ടത്, ദൈവം നമുക്ക് ഈ എല്ലാവരെയും സംബന്ധിച്ച് അത് പറയാൻ പറ്റില്ല. ദൈവം നമുക്കെന്ന് പറയുമ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ച്, അതായത് ദൈവത്തിന്റെ മുന്നറിവിനാൽ
മുൻനിർണയത്താൽ ദൈവം വിളിച്ച് വേർതിരിച്ച തന്റെ ഭക്തന്മാരായ ആളുകളെ സംബന്ധിച്ചാ പറയുന്നല്ല, ലോകത്തിലെ മുഴുവൻ ആളുകളെ സംബന്ധിച്ചും അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട ചോദ്യം പൗലോസപ്പോസ്തലൻ ചോദിക്കുകയാണ്. ഇപ്പം പഴയ നിയമത്തിലെ താളിൽ നോക്കി നമ്മൾ വാസ്തവത്തിൽ വളരെ ഡീറ്റ്ഫുള്ളായി കേൾക്കേണ്ട ചോദ്യമാണ് ഈ ഹൂ ഈസ് എഗനസ്റ്റ് അസ് എന്ന് പറയുന്ന ചോദ്യം, നമുക്ക് പ്രതികൂലമാണെന്ന് പറയുന്ന ചോദ്യം. പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവം പല പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള വാക്കുകൾ പഴയ നിയമതാളുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയ സാമ്രാജ്യങ്ങളായിരിക്കുന്ന അസീറിയ, ബാബിലോൺ, മിസ്രയീം, സോര്, സീദോന്, ഏദോമ്യർ ഇവരെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ആവർത്തിച്ച് പറയാം, അല്ലയോ അസീറിയരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു, അല്ലയോ ബാബിലോണിയരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു, മിസ്രൈമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, സോർ സീദോൻ പട്ടണങ്ങളെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു, ഏദോമേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ദാവീദ് തന്നെ പറഞ്ഞ ഏദോമിന്മേൽ ഞാൻ എന്റെ ചെരുപ്പ് എറിയുമെന്ന്. എന്നാൽ അതിനേക്കാൾ ടെറിബിൾ, വളരെ പ്രത്യേകമായി ചിന്തിക്കുന്ന വിഷയമാണ് ദൈവം ഇസ്രായേലിനുള്ള ബന്ധത്തില് ദൈവത്തെ വിട്ടകന്ന് പാപം ചെയ്ത് ദൈവമഹത്വത്തെ ആസ്വദിച്ച് അനുഭവിച്ചിട്ടും ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഇസ്രായേലേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, ഇസ്രായേലേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അവരുടെ വിഗ്രഹാരാധനയും പരസംഗവും കണ്ടിട്ട് പറയുകയാണ്, ഇസ്രായേലേ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാസ്തവത്തില് ദൈവം വിരോധമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പല സാഹചര്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ കേസ് അതല്ല. റോമാലേഖനം 8:31 വിഷയം അതല്ല. അപ്പൊ ഇതെന്താണ്? ഇത് ഈ അസീറിയക്കാരോടോ ബാബിലോനോടോ സോദരോടോ സീദോനരോടോ ഏദോമ്യരോടോ മിസ്രൈമ്യരോടോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച പാപം ചെയ്ത വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീണ ഇസ്രയേൽ മക്കളോട് ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് നേരെ വിപരീതമായി റോമർ 8:31 പൗലോസ് ചോദിക്കുകയാണ്, ഇഫ് ഗോഡ് ഈസ് ഫോർ അസ് ഹൂ ക്യാൻ ബി അഗ്രസ്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം അറിയാവോ? ദൈവം നമ്മെ മുന്നറിഞ്ഞ്, ദൈവം നമ്മെ മുൻനിയമിച്ച്, ദൈവം നമ്മെ വിളിച്ച്, ദൈവം നമ്മെ നീതീകരിച്ച്, ദൈവം നമ്മെ തിരസ്കരിച്ചിരിക്കുന്നു എങ്കിൽ നമുക്ക് വാസ്തവത്തില് ഈ അനുഭവത്തിന് നമുക്ക് എതിരായി നിൽക്കുവാൻ ഒരു മനുഷ്യനും ഇനിയും സാധിക്കുകയില്ല. അപ്പോൾ അത് വാസ്തവത്തിൽ ക്വസ്റ്റൻ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ശക്തികളും, അതായത് ആകാശത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെയും മുഴുവൻ ശക്തികളും കൂടെ ഒന്നിച്ച് എഴുന്നേറ്റ് വന്ന് ഒരു ദൈവവേദനെതിരായി നിന്നാലും ദൈവം അവന്റെ ഭാഗത്തുള്ളതുകൊണ്ട് അവന് ഒരിക്കലും പരാജിതനല്ല, അവൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നതല്ല, ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. ഇത് മാത്രമല്ല, ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു ദൈവവേദനെ ഇല്ലാതെയാക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, യഹോവ എന്റെ പക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, അവൻ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം അപ്പോസ്തലൻ പറയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ദൈവത്തിനൊഴികെ വേറെ ആർക്കും ഉത്തരം പറയാൻ കഴിയാത്ത 5 അതിപ്രധാന ചോദ്യങ്ങളിലെ ഒന്നാമത്തെ ചോദ്യമാണ്, ഗോഡ് ബി ഫോർ അസ് ഹൂ ക്യാൻ ബി എഗനസ്റ്റ് അസ്? ലോകവും ചുറ്റുപാടുകളും ജീവിത സാഹചര്യങ്ങളും സ്നേഹിതരും ചാർച്ചക്കാരും ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സഹായം ചെയ്തിട്ടുള്ളവരും ഇനിയും ഭാവിയിൽ നമ്മളെ സഹായം ചെയ്യാൻ ഉള്ളവരും നാം സ്നേഹിച്ചവരും ഒക്കെ നമുക്കെതിരായി നിന്നു എന്ന് വരാം. എന്നാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. നമ്മുടെ കർത്താവ് നമുക്കുണ്ട്. ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, അവന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. അപ്പൊ ആ ചിന്തയാണ് ദൈവം തന്റെ കൃപയാൽ, തന്റെ നിത്യമായ സ്നേഹത്താൽ നമ്മെ മുന്നറിഞ്ഞ്, നമ്മെ മുൻനിയമിച്ച്, നമ്മെ കാലത്തിൽ വിളിച്ച്, പിന്നെ നമ്മെ നീതീകരിച്ച്, തന്റെ പുത്രന്റെ രക്തത്താൽ നീതീകരിച്ച് നമ്മെ ക്രിസ്തുയേശുവിൽ തിരസ്കരിച്ചിരിക്കുന്ന വിശ്വസ്തനായ ദൈവം നമുക്ക് ഉള്ളിടത്തോളം കാലം ആര് നമ്മെ എതിർത്താലും, ആര് നമുക്ക് വിരോധമായി ചിന്തിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല. കാരണം ദൈവം നമ്മെക്കുറിച്ച്, ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ടെന്നാണ് ഈ വചനഭാഗത്ത് പരിശുദ്ധാത്മാവായ ദൈവം പൗലോസോട് പറയുന്നത്. വരും ദിവസങ്ങളിൽ ഈ 5 ചോദ്യങ്ങളും ഞാൻ ഒന്നൊന്നായി ഇവിടെ ഈ ഷോർട്ട് മെസ്സേജായിട്ട് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ചിന്ത നമുക്ക് ഏവർക്കും അനുഗ്രഹമാക്കി കർത്താവിന്റെ നാമത്തെ മഹത്വമാക്കി ദൈവം തീർക്കട്ടെ. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസുഹൃത്തും സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു.